നമ്മളെല്ലാവരും വളരെ കോമൺ ആയിട്ട് കേൾക്കുന്ന വാക്കുകളാണ് കംപ്ലൈൻറ്റ് ആൻഡ് ക്രിറ്റിസിസം എന്ന് പറയുന്നത്. എന്നാൽ ഇവ രണ്ടും ഒന്ന് തന്നെയാണോ? എന്തെങ്കിലും വ്യത്യാസങ്ങളുണ്ടോ ഇവ രണ്ടും തമ്മിൽ? നമുക്ക് നോക്കാം. കംപ്ലൈൻറ്റും ക്രിറ്റിസിസം എന്ന് പറയുന്നത് രണ്ടും ഒന്നല്ല. കംപ്ലൈൻറ്റ് എന്ന് പറയുന്നത് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു നിശ്ചിത സമയത്ത് സംഭവിച്ചൊരു കാര്യത്തിനെ കുറിച്ചിട്ട് ഉള്ള ഒരു നെഗറ്റീവ് എക്സ്പ്രഷനാണ് കംപ്ലൈൻറ്റ് എന്ന് പറയുന്നത്. അത് ദൂരവ്യാപകവും അതുപോലെ തന്നെ ബൃഹത്തായിട്ടുള്ള തരത്തിലുള്ളതല്ല, ഒരു സ്പെസിഫിക് ആയിട്ടുള്ള കാര്യത്തിനെ കുറിച്ച് സൂചിപ്പിക്കുന്ന ആ നെഗറ്റീവ് അനുഭവത്തെ സൂചിപ്പിക്കുന്നതാണ് കംപ്ലൈൻറ്റ്. ഇനി ക്രിറ്റിസിസം എന്ന് പറയുകയാണെങ്കിൽ അത് വളരെ ദൂരവ്യാപകമായിട്ടുള്ള ഒരു വ്യക്തിയുടെ പേഴ്സണാലിറ്റിയെയോ അതുപോലെ തന്നെ ക്യാരക്ടറിനെ കുറിച്ചിട്ടുള്ള ഒരു ഗ്ലോബൽ ലെവലിലുള്ള എക്സ്പ്രഷനാണ്, നെഗറ്റീവ് ഇമോഷൻ്റെ ഗ്ലോബൽ ലെവലിലുള്ള എക്സ്പ്രഷനാണ് ക്രിറ്റിസിസം എന്ന് പറയുന്നത്. ക്രിറ്റിസിസം പലപ്പോഴും തുടങ്ങുന്നത് ഈ രീതിയിലായിരിക്കും: നീ എപ്പോഴും അല്ലെങ്കിൽ നീ ഒരിക്കലും ഇത്തരത്തിലുള്ള രീതിയിലുള്ളത് ഒരാളെ കൂടുതൽ ബുദ്ധിമുട്ടിലാക്കുകയും അത് കേൾക്കുമ്പോൾ വളരെയധികം നെഗറ്റീവ് ഇമോഷൻസ് ഉള്ളിൽ ഉണ്ടാവുകയും ചെയ്യും. അതുകൊണ്ട് മനസ്സിലാക്കുക, ഇത് രണ്ടും വ്യത്യാസമാണ്. നിങ്ങൾ അധികം ക്രിറ്റിസിസമാണ് ചെയ്യുന്നതെങ്കിൽ അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വളരെ ഹാനികരമായിട്ട് ഭവിക്കാൻ സാധ്യതയുള്ളതാണ്. അതേസമയത്ത് കംപ്ലൈൻറ്റ് വളരെ നോർമലായിട്ട് റിലേഷൻഷിപ്പിൽ സംഭവിക്കുന്നതാണ്. ക്രിറ്റിസിസവും സംഭവിക്കും, പക്ഷെ അധികം ക്രിറ്റിസിസം ചെയ്യുന്ന രീതി, ഓവർ ക്രിട്ടിക്കലായിട്ടുള്ള രീതി ഉണ്ടെങ്കിൽ അത് മാറ്റാനായിട്ട് ശ്രമിക്കുക.